ഓം ശാന്തി. പലരെ സംബന്ധിച്ചിടത്തോളം ഉറക്കം എന്നത് വലിയൊരു വീക്ക്നെസ് ആണെന്ന് പറയാറുണ്ട്. എനിക്ക് എത്ര ഉറങ്ങിയാലും മതിയാവില്ല, എത്ര ഉറങ്ങിയാലും ഇനി ഉറങ്ങണമെന്നാണ് തോന്നുക, ക്ഷീണം മാറില്ല എന്നൊക്കെ പലരും പറയാറുണ്ട്. ഉറക്കം മതിയാകാത്തത് എന്തുകൊണ്ട് എന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരുപാട് പേരത് കണ്ടിട്ടുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കതറിയാം. എന്നാൽ അതിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ നമുക്ക് സാധിച്ചാൽ, ഉറക്കം എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ വിശ്രമവും ഊർജ്ജവും പ്രദാനം ചെയ്യുന്നതായിട്ടുള്ള സാധനമാണ്. നമ്മുടെ ഉറക്കത്തിൻ്റെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ബീറ്റ പ്ലസ് ബീറ്റ, ആൽഫ, ഡെൽറ്റ, ദെൻ ആൽഫ, ബീറ്റ, ബീറ്റ പ്ലസ് എന്നുള്ളതായിരിക്കുന്ന ഒരു സൈക്കിളിലൂടെ ഒരു പ്രാവശ്യം ഒരു 2 മണിക്കൂറോളൊക്കെ ഉറങ്ങുമ്പോൾ നമ്മൾ പറയാറില്ലേ ഓരോ ഉറക്കം എന്ന് പറയാറില്ലേ, അതിനൊരു സൈക്കിൾ എന്ന് നമുക്ക് പറയാം. ആ ഒരു ഉറക്കത്തിൻ്റെ ഒരു ചക്രം പൂർത്തിയാവുന്ന സമയത്ത് ഡെൽറ്റ വേവ്സ് വരെ വന്ന് വീണ്ടും ബീറ്റ, ചിലപ്പോൾ ബീറ്റ പ്ലസ് വരെ വരാം. ബീറ്റ പ്ലസ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ പൂർണ്ണമായ ഉണർച്ചയുടെ അവസ്ഥയിലെത്തും. സമയം എത്രയായി, മതിയായി പോയല്ലോ, ഫ്രഷായി തോന്നുന്നതൊക്കെ തോന്നും, നമുക്ക് സമയം നോക്കും, എന്നിട്ട് നമ്മൾ വീണ്ടും കിടന്നുറങ്ങിയേക്കാം. അല്ലെങ്കിൽ സമയം നോക്കും, എന്താ അവസ്ഥ എന്നൊക്കെ നോക്കും, എന്നിട്ട് വീണ്ടും കിടന്ന് ഉറക്കം വന്ന് ഉറങ്ങുന്നൊരവസ്ഥ ഉണ്ടാവാം. അഥവാ ബീറ്റ വരെ മാത്രമാണ് വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് ഉണരും, തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കും, വീണ്ടും നമ്മൾ ഉറക്കത്തിലേക്ക് തന്നെ വഴുതി വീഴുകയും ചെയ്യും. ഇത് ഇങ്ങനെ ഒരു പ്രാവശ്യം ഒരു സൈക്കിൾ പൂർത്തിയാവുന്ന സമയത്ത് ഒരു ഡെൽറ്റ വേവ്സിൽ 20 മിനിറ്റോളം നമ്മൾ ഉറങ്ങുമ്പോൾ 4 മണിക്കൂറോളം ഒരു മനുഷ്യന് പ്രവർത്തിക്കാനുള്ളതായിരിക്കുന്ന ഊർജ്ജം നമ്മുടെ ഉള്ളിൽ നിറയും എന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 4 മണിക്കൂറോളം ഉറങ്ങിക്കഴിഞ്ഞാൽ 4-5 മണിക്കൂറോ, ചില ആളുകൾക്ക് വ്യത്യാസം ഉണ്ടാവും. ചിലർക്ക് ഉറക്കത്തിൻ്റെ സൈക്കിൾ അനുസരിച്ച് 5 മണിക്കൂറായിരിക്കും, ചിലർക്ക് 4 മണിക്കൂറായിരിക്കും, ചിലർക്ക് 3-3/4 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും ഉറക്കം തെളിയാറുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളതായിരിക്കുന്ന ആ കുറച്ച് ഉറങ്ങുന്ന ഉറക്കം അത് ക്വാളിറ്റി ആയിരിക്കുന്ന ഉറക്കമാണെങ്കിൽ, നല്ല ഗാഠനിദ്ര അഥവാ സുഖനിദ്രയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ ഉറക്കം കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ടതായിരിക്കുന്ന ഊർജ്ജവും എനർജിയും ഒക്കെ നിറയ്ക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ അത്ര സമയം ഉറങ്ങിയത് കൊണ്ട് മതിയാവില്ല എന്ന് നമ്മുടെ മനസ്സിന് നമ്മൾ പറഞ്ഞു ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് 6 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ ഉറങ്ങിയില്ലെങ്കിൽ ഉറക്കം ഒരു മനുഷ്യന് പൂർത്തിയാവില്ല എന്നുള്ളതായിട്ടുള്ള പല ധാരണകളും മനുഷ്യന്മാരുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ അത്തരം ഹാബിച്വൽ അഡിക്ഷൻ നമ്മുടെ സ്വഭാവത്തിന് അടിമയായിക്കൊണ്ട് പലപ്പോഴും നമുക്ക് ഉറങ്ങിയാൽ മതിയാവില്ല എന്നുള്ളതായിട്ടുള്ള നമ്മുടെ മൈൻഡ് സെറ്റപ്പ് തന്നെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നാമത്തെ കാര്യം ഉറക്കം മതിയാവാത്തതിൻ്റെ കാരണം എനിക്ക് ഇത്ര ഉറങ്ങിയാൽ പോരാ, ഇത്രയ്ക്കും ഉറങ്ങിയാലേ എൻ്റെ ഉറക്കം ശരിയാവൂ എന്നുള്ളതായിരിക്കുന്ന ബോധ്യം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. രണ്ടാമത്തെ കാരണം, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മുടെ വയറ് നിറച്ചിട്ടാണ് ഉറങ്ങാൻ കിടക്കുന്നതെങ്കിൽ നമുക്കറിയാലോ, ഒരു മെഷീനറി അഥവാ അത് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എല്ലാ ഭാഗവും സ്വിച്ച് ഓഫ് ആവും. നമ്മൾ ഉറങ്ങുക എന്ന് വെച്ചാൽ അർത്ഥം ഇത് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ്. ആ സമയത്തും വയറ് നിറച്ചിട്ടാണ് ഉറങ്ങുന്നതെങ്കിൽ പാവം ഡൈജഷൻ സിസ്റ്റത്തിന് അപ്പോഴും പ്രവർത്തിച്ചേ പറ്റൂ. അത് പ്രവർത്തിക്കുന്ന സമയത്ത് മറ്റുള്ളതിൽ നിന്ന് വേണ്ടത്ര സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ അതിന് പ്രോപ്പർ വേയിൽ പ്രവർത്തിക്കാനും സാധ്യമല്ല. അങ്ങനെ വരുമ്പോൾ രാവിലെ ഉണരുമ്പോഴത്തേക്കും വയറ്റിൽ ഗ്യാസ് വന്നിട്ടുണ്ടായിരിക്കും, നിറഞ്ഞിട്ടുണ്ടായിരിക്കും, ക്ഷീണം, എത്ര ഉറങ്ങിയാലും കണ്ണു തുറക്കാനാവാത്ത അവസ്ഥയൊക്കെ വന്നു ഭവിക്കും. അതുകൊണ്ട് രാത്രി ഉറങ്ങുന്നതിനേക്കാൾ മുന്നേ ഒരു 2-3 മണിക്കൂർ മുന്നേ നിങ്ങൾക്ക് ആഹാരം കഴിക്കുക എന്നുള്ളത് നമുക്ക് നല്ല നിദ്ര കിട്ടാൻ വേണ്ടി അത്യാവശ്യമായിരിക്കുന്ന ഒരു ഘടകമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഏത് രീതിയിലുള്ളതായിരിക്കുന്ന സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ അതനുസരിച്ചാണ് നമ്മുടെ മനസ്സ് അഗാധമായിരിക്കുന്ന ശാന്തിയുടെ അനുഭവം ചെയ്യുന്നതും. എത്ര വേഗം അത് ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നുണ്ടോ, ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുന്നുണ്ടോ, അത്രയും വേഗം അത് എനർജി അബ്സോർബ് ചെയ്യുകയും പവർഫുൾ ആവുകയും നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ സിസ്റ്റങ്ങളിലും എന്തെങ്കിലുമൊക്കെ അന്നത്തെ നമ്മുടെ പ്രവൃത്തികളുടെ ഫലമായിട്ട് വീക്ക്നെസ്സോ മറ്റോ വന്നിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടതായിരിക്കുന്ന ഊർജ്ജത്തെ നിറച്ചുകൊണ്ട് അത് ശക്തിശാലിയാവുകയും ചെയ്യും. അധികവും ഞാൻ കണ്ടിട്ടുള്ളത് ശാരീരികമായിരിക്കുന്ന പ്രവർത്തനം കുറഞ്ഞ ആളുകൾക്കാണ് ഉറക്കം കിട്ടാൻ പ്രയാസം എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിലിരുന്ന് വർക്ക് ചെയ്യുന്നവർ, ബുദ്ധി കൊണ്ട് പ്രവർത്തിക്കുന്നവർ, അഥവാ കാര്യക്ഷമമായിട്ട് ശാരീരികമായിരിക്കുന്ന അധ്വാനമില്ലാത്ത ആളുകൾ, അവർക്കൊക്കെയാണ് പലപ്പോഴും ഉറക്കം സ്വസ്ഥാവാതിരിക്കുന്നത്. നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾ പായ കാണുമ്പോഴേക്കും ഉറങ്ങി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ശരീരത്തിനെ ക്ഷീണിപ്പിക്കുന്ന അവസ്ഥ കൂടി ഒരു ഉറക്കത്തിന് നല്ല ഘടകമാണ്. ക്ഷീണിപ്പിക്കുക മീൻസ് ഇതിൻ്റെ സർക്കുലേഷൻ പൂർണ്ണമായിട്ട് പെർഫെക്റ്റായിട്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടി അനുവദിക്കുക. അതുകൊണ്ട് നല്ല ഉറക്കം വേണമെന്നുണ്ടെങ്കിലും കുറഞ്ഞ സമയത്തിൽ ക്വാളിറ്റി ഉറക്കം കൊണ്ട് ഉണരണമെങ്കിലും ഒരു കാര്യം അത്യാവശ്യമാണ്, ഈ ശരീരത്തിലെ എല്ലാ സിസ്റ്റങ്ങളെയും പ്രോപ്പറായിട്ട് ആക്ടിവേറ്റ് ചെയ്യണം, അതിൻ്റെ സർക്കുലേഷൻ നമുക്ക് കൃത്യമാക്കാനും സാധിക്കണം. അതുകൊണ്ട് വ്യായാമം നല്ലൊരു ഉറക്കത്തിൻ്റെ അത്യാവശ്യമായിരിക്കുന്നൊരു ഘടകമാണ്. ഏതെങ്കിലും സമയത്ത് നിങ്ങൾക്ക് എപ്പോഴാണോ പറ്റുന്ന ഒരു സമയം ആ രീതിയിൽ ആ
ആ വിധത്തിലുള്ളതായിരിക്കുന്ന ഒരു എക്സസൈസ്. അഥവാ ഒരു ദിവസം മുഴുവൻ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ ഉറങ്ങുന്നതിനേക്കാൾ മുന്നേ ഒരു 10 മിനിറ്റ് സമയം സന്തോഷവുമായി എക്സസൈസുമായി കൊണ്ട് എന്തെങ്കിലും ഒരു പാട്ടിട്ട് ഡാൻസ് കളിച്ച്, ഇപ്പം ഞാൻ കേൾക്കുന്നുണ്ട് പല എക്സസൈസുകളും അങ്ങനെ ഡാൻസ് എക്സസൈസ്, ചിക്കൻ ഡാൻസിനോ അതോ ജുംബ ഡാൻസിനോ എന്തൊക്കെയോ പേരുകളിൽ ഒരുപാട് ആളുകൾ പല രീതിയിലുള്ളതായിരിക്കുന്ന ഡാൻസുകൾ തന്നെ എക്സസൈസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കേൾക്കുന്നത് ആദ്യകാലത്തെ ദേവീ ദേവന്മാർ ദിവസവും പ്രഭാതത്തിൽ ഉണർന്നാൽ പുഷ്പങ്ങൾക്കൊപ്പം പ്രകൃതിയിൽ നൃത്തം ചെയ്യാൻ വേണ്ടി പോകുമായിരുന്നു അത്രേ. നൃത്തം ഒരു മനുഷ്യന് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് സുഖം കൊടുക്കുന്നതായിരിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് ഒരു എക്സസൈസും ചെയ്യാൻ പറ്റാത്ത ദിവസം ഉറങ്ങുന്നതിനേക്കാൾ മുന്നേ നല്ല അടിപൊളി പാട്ട് എന്തെങ്കിലും ഇട്ടിട്ട് അതിൻ്റെ കൂടെ തുള്ളിക്കളിക്കുന്ന ഒരു സ്റ്റെപ്പും അറിയണ്ട, ആരും കാണണ്ടല്ലോ, മുറി അടച്ചിട്ട് റൂമിൽ നന്നായിട്ട് കളിക്കുക. അത് ഭയങ്കര സുഖമാണ്. എന്നിട്ടൊരു 10 മിനിറ്റ് സമയം ശരീരത്തെ തണുക്കാൻ വിട്ട ശേഷം അതിനെ ശുദ്ധീകരിച്ച് ഫ്രഷ് ഡ്രസ്സോടുകൂടി വന്ന് ഈശ്വരൻ്റെ പേരിൽ എഴുതി മനസ്സിനെ ശാന്തമാക്കി എന്നിട്ട് ഭഗവാന്റെ കൂടെ ഉറങ്ങാൻ വേണ്ടിയിരിക്കുക. അങ്ങനെ ആ മെഡിറ്റേഷൻ ചെയ്ത് കിടക്കുന്ന സമയത്ത് ഒരു കാര്യം, കിടക്കയിൽ നിങ്ങളുടെ ശരീരത്തെ നീണ്ടു നിവർന്ന് കിടക്കുക. ഏറ്റവും നല്ലതായിരിക്കുന്ന കിടക്കുന്ന സ്ഥിതി എന്ന് പറയുന്നത് നിൽക്കുന്ന പോലെ കിടക്കാനാണ് പറയുന്നത്. 2 കൈകൾ റിലാക്സ് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ പെരുവിരലിൻ്റെ അറ്റം തൊട്ട് ആ അറ്റം തൊട്ട് ഇങ്ങ് വരെ നമ്മുടെ ഈ ആത്മ ഊർജ്ജത്തിൻ്റെ ശക്തി കൊണ്ടാണല്ലോ ഇത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു പ്രകാശം ശരീരത്തിൽ മുഴുവൻ സ്പ്രെഡ് ആവുന്നത് ആദ്യം ഫീൽ ചെയ്യുക. പതുക്കെ പതുക്കെ അവിടെ നിന്നെല്ലാം തന്നെ നമ്മുടെ ഊർജ്ജത്തെ വലിച്ചെടുത്ത് ഇരുപുരികങ്ങൾക്കും മധ്യത്തിൽ കാണുന്നതായിരിക്കുന്ന ആത്മാവിൽ കേന്ദ്രീകരിക്കുക. ഞാൻ ഇന്നത്തെ ഈ ദിവസം ഈ ശരീരം ഉപയോഗിച്ചുകൊണ്ട് എല്ലാ നല്ല കാര്യങ്ങളും ചെയ്തിരിക്കുന്നു, ഈശ്വരനോട് മനസ്സ് നിറച്ച് താങ്ക്സ് എന്നിട്ട് പറയുക, നാളെ ഇത്ര സമയത്ത് എനിക്ക് എണീക്കണം. എത്ര മണിക്കാണോ ഉണരാൻ നിങ്ങൾ വിചാരിക്കുന്നത് അത് ഇങ്ങനൊരു ടെക്നിക്ക് ചെയ്ത് നോക്കിയാൽ നമ്മുടെ ജൈവ ഘടികാരം വളരെ അക്യൂറേറ്റ് ആയിട്ട് പ്രവർത്തിക്കും. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മെഡിറ്റേഷൻ്റെ എല്ലാ എനർജിയും വലിച്ചെടുത്ത് ഇവിടെ ഒരു സ്റ്റാർ ഇങ്ങനെ ഷൈൻ ചെയ്യുന്നതായിട്ട് കാണുക. ഞാൻ ആത്മാ ഈ ശരീരമാകുന്ന കാർ ഉപയോഗിച്ചുകൊണ്ട് ഇന്നത്തെ നാടകമേടയിൽ എത്ര നന്നായി പ്രവർത്തിക്കണമായിരുന്നു അതൊക്കെ പ്രവർത്തിച്ചിരിക്കുന്നു. എൻ്റെ കൂടെ എല്ലാം ചെയ്യാൻ വേണ്ടി നിന്ന് എന്നെ സഹായിച്ച സപ്പോർട്ട് ചെയ്ത ഭഗവാൻ ഒരുപാട് താങ്ക്സ് പറയുക. നാളെ വീണ്ടും പുണ്യത്തിൻ്റെ കണക്ക് ആരംഭിക്കാൻ വേണ്ടി, സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടി എനിക്ക് വീണ്ടും ഉണരണം. അതുകൊണ്ട് ഇത്ര മണിക്ക് എന്നെ ഉണർത്തണം എന്ന് പറയുക. അത് പറയുന്ന സമയത്ത് ആ പ്രകാശമായിരിക്കുന്ന ഭഗവാനെ തലയ്ക്ക് മേലെ കണ്ട് അത് കിരണങ്ങൾ ഒഴുകി വരുന്നത് ഫീൽ ചെയ്യുക. ഇൻ ബിറ്റ്വീനിൽ നിങ്ങളുടെ ഈ ആജ്ഞാചക്രത്തിൻ്റെ മേലെയായിട്ട് നമ്മുടെ മുന്നിലായിട്ട് ആ എത്ര മണിക്കാണ്, അപ്പോൾ 4 മണിക്കാണെങ്കിൽ 4:02 AM എന്ന് എഴുതി കാണിക്കുന്ന ആ ക്ലോക്കിലെ ടൈം ഉണ്ടല്ലോ, ഡിജിറ്റൽ ക്ലോക്കിലെ ടൈം ഉണ്ടല്ലോ, ആ സമയത്ത് കൃത്യമായിട്ട് അത് അക്കത്തിൽ എഴുതി കാണിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുക. ഒരു 9 പ്രാവശ്യമെങ്കിലും ഇത്ര മണിക്കാണ് എനിക്ക് എണിക്കേണ്ടത്, ഇത്ര മണിക്കാണ് എനിക്ക് എണിക്കേണ്ടത് എന്ന് മെഡിറ്റേഷൻ ഇടയിൽ പറയുക. എന്നിട്ട് ഭഗവാനെ എന്നെ ആ സമയത്ത് ഉണർത്തണം കേട്ടോ എന്ന് പറയുക. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. 9 തവണ ഇത്ര സമയത്ത് എനിക്ക് എണിക്കണം എന്ന് പറയുന്നതോടുകൂടെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അലാം സെറ്റായി കഴിഞ്ഞു. കറക്റ്റ് ആ ടൈമിന് നിങ്ങൾ കണ്ണ് തുറക്കുകയും ചെയ്യും, പൂർണ്ണമായിട്ട് ഉണർച്ച കിട്ടുകയും ചെയ്യും. പിന്നെ ഉണർന്ന് എണീക്കണോ വേണ്ടേ, അത് നിങ്ങളുടെ മടിയുടെ ആധാരത്തിലാണ് പ്രവർത്തിക്കുക. പല ആളുകളും ഉണരാണ്ടല്ല, സമയം കാണാണ്ടല്ല, സാരല്ല ഒരു 5 മിനിറ്റ് കൂടെ കിടക്കട്ടെ എന്ന് നമ്മുടെ സ്വഭാവത്തിൻ്റെ അടിമയായി പറഞ്ഞാൽ അവിടെ കിടന്നു പോകും, ഉറങ്ങിപ്പോവും. അതുകൊണ്ട് എഴുന്നേറ്റ ആ സമയത്തെ അറിഞ്ഞ് ഉണർന്ന ഉടനെ മനസ്സിലാക്കുക, ഈശ്വരൻ എന്നെ ഉണർത്തിയിരിക്കുകയാണ്. മനുഷ്യൻ ഉണർത്തിയിരിക്കുകയല്ല, ഈശ്വരൻ എന്നെ ഉണർത്തിയിരിക്കുകയാണ്. എൻ്റെ മനസ്സ് എന്നെ ഉണർത്തിയിരിക്കുകയാണ്. ഉപബോധ മനസ്സ് പ്രവർത്തിക്കാൻ വേണ്ടി എന്നെ ജാഗൃതമാക്കിയിരിക്കുകയാണ്. ആ ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്ത് ഭഗവാന് താങ്ക്സ് പറയുക. ഈശ്വര താങ്ക് യു, ഒരിക്കൽ കൂടി ഈ നല്ല ഭൂമിയിൽ ഈ നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ, പുണ്യം സംഭരിക്കാൻ എനിക്ക് തന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് താങ്ക്സ് പറയുക. ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ആ പതുക്കെ മറ്റെല്ലാ തോട്ട്സിനെയും മാറ്റി ഞാനൊരു പീസ്ഫുൾ സോളാണ്, ആ ലൈറ്റ് ബ്ലൂ റേസ് ഇങ്ങനെ ശരീരത്തിൽ സ്പ്രെഡ് ആവുന്നത് ഫീൽ ചെയ്യുക. സുഖമുള്ളതായിരിക്കുന്ന ഒരു എനർജി നമ്മുടെ ശരീരത്തിൽ സ്പ്രെഡായി റിലാക്സ്ഡായി ഞാൻ ശാന്തമായി ഉറങ്ങുകയാണ്, ഭഗവാന്റെ മടിയിൽ ഉറങ്ങുകയാണ്. ഇപ്പോൾ എല്ലാ ഗുണങ്ങളും നിറഞ്ഞതായിരിക്കും ഞാൻ ഈ ശരീരത്തിൽ ഇങ്ങനെ ഡിഫറൻ്റ് ആയിക്കൊണ്ട് ഷൈൻ ചെയ്യുകയാണ്. ഞാൻ ഡീപ്പ് സ്ലീപ്പിൽ സുഖമായിട്ട് ഉറങ്ങുകയാണ്. ആ ഒരു ഫീലിങ്ങിൽ സമയം പറഞ്ഞു കഴിഞ്ഞ ശേഷം ഇത് മാത്രം തോട്ട് ക്രിയേറ്റ് ചെയ്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ കൃത്യം കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഫുൾ ഡീപ്പ് സ്ലീപ്പ് കിട്ടുകയും 8 മണിക്കൂർ ഉറങ്ങിയപ്പോഴതായിരിക്കുന്ന ഊർജ്ജം 4 മണിക്കൂർ ഉറങ്ങിയാൽ നിങ്ങൾക്ക് കിട്ടും. ചാടി എഴുന്നേറ്റ് ഒരുപാട് സമയം നമുക്ക് ലോകത്ത് കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി കിട്ടും.
അതുകൊണ്ട് ഉറക്കം മതിയാവാന്നില്ല എന്നൊരു പരാതി ഉണ്ടെങ്കിൽ, ഉറക്കം നിങ്ങൾക്ക് പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു ടെക്നിക്കിലൂടെ ഉറങ്ങിയാൽ ക്വാളിറ്റി സ്ലീപ്പ് എന്ന് പറയാം നമുക്ക്. ഗാഠനിദ്ര, സുഖനിദ്ര അഥവാ നല്ല ക്വാളിറ്റി ആയിരിക്കുന്ന സ്ലീപ്പ്, അത് കുറച്ച് സമയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പോലും ഒരുപാട് ഫ്രഷായിട്ട് എണീക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ ടെക്നിക്ക് ഒന്ന് ചെയ്ത് നോക്കണം. അലാമില്ലാതെ തന്നെ മനസ്സ് നമ്മൾ ഉണർത്തിക്കൊണ്ട്, ഈശ്വരൻ നമ്മൾ ഉണർത്തിക്കൊണ്ട് പ്രഭാതം ആരംഭിക്കുമ്പോൾ അവിടെ തന്നെ ആദ്യത്തെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ആവും. യെസ്, എനിക്ക് ഞാൻ വിചാരിച്ച സമയത്ത് ഉണരാൻ പറ്റും, ഞാൻ വിചാരിക്കുമ്പോൾ ഉറങ്ങാൻ പറ്റും. ഇതൊരു വലിയ കൺട്രോളാണ്. അതുകൊണ്ട് ആ കൺട്രോൾ നേടിയെടുത്ത് ആ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്തവരാവട്ടെ നിങ്ങളെന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.